Good morning, students. The next topic related to linear programming. Graphical method also, but it's an unbounded solution. Unbounded solution. In certain case, linear programming or linear programming problem will not have a finite solution. It has an on infinite solution. The feasibility condition is violated. Hence, it is known as unbounded solution. If the value of the objective function can be increased or decreased indefinitely, the solution is called unbounded solution. The next concept of linear programming problem, actually it's a part of the linear programming problem. We have already discussed the feasible solution. But sometimes can't to be feasible solution is not finite or it's not possible. Such a concept is known as unbounded solution. In certain cases, linear programming problem or LPP will not have a finite solution. ചില സമയത്ത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമുക്ക് ഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റില്ല. ആ സമയത്ത് ഇറ്റ് ഹാസ് ഓൺ ഫിനിറ്റ് സൊല്യൂഷൻ. ഇൻഫിനിറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും പലപ്പോഴും നമുക്ക് കിട്ടുക. കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടാൻ സാധ്യതയില്ല, ഫിറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടാൻ സാധ്യതയില്ല. ദ ഫീസിബിലിറ്റി കണ്ടീഷൻ ഈസ് വയലേറ്റഡ്. അപ്പം അതിന്റെ ഫീസിബിലിറ്റി കണ്ടീഷൻ സാധ്യതകൾ എപ്പോഴും വയലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് അൺബൗണ്ടഡ് സൊല്യൂഷൻ. അപ്പോൾ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ അതിന്റെ പോസിബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് LPP ചെയ്യുന്നത്. ചിലപ്പോൾ ആ പോസിബിലിറ്റി ചിലപ്പം ഫീസിബിൾ ആവില്ല അല്ലെങ്കിൽ മാച്ച് ആവില്ല. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ. ബൗണ്ടഡ് ആയിട്ടുള്ള നമ്മൾ വിചാരിച്ച രീതിയിലുള്ള സൊല്യൂഷൻ അല്ലാത്ത രീതിയിലുള്ള LPP നമുക്ക് ചിലപ്പോൾ ഉണ്ടാകും. അതിനെയാണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ഇൻഡെഫിനിറ്റ്ലി, ദ സൊല്യൂഷൻ ഈസ് നോൺ ആസ് ഓർ സൊല്യൂഷൻ ഈസ് കോൾഡ് അൺബൗണ്ടഡ് സൊല്യൂഷൻ. നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് എന്തിനാ സെറ്റ് ചെയ്യുന്നത്? ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവിനേക്കാളും കൂടുതലാവാം, ചിലപ്പോൾ ആ ഒബ്ജക്റ്റീവിനേക്കാളും കുറവാകാം. അങ്ങനെയാകുമ്പോൾ ആ ഒരു സൊല്യൂഷൻ നമുക്കൊരിക്കലും ഫിറ്റ് ആയിരിക്കില്ല. അതിനെയാണ് ഇൻഡെഫിനിറ്റ്ലി ദ സൊല്യൂഷൻ ഈസ് കോൾഡ് ആസ് ഡെഫിനിറ്റ് അല്ലാത്ത സൊല്യൂഷൻ. നമ്മൾ മുൻകൂട്ടി കണ്ടതല്ലാത്ത ഒബ്ജക്റ്റീവ്സ്. ചിലപ്പോൾ നമുക്ക് മാക്സിമം 120 പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് വയ്ക്കുക, അപ്പോൾ 150 ആയി പോവാം. ചിലപ്പോൾ നമ്മൾ 120 പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 100 ആയി പോവാം. അത് രണ്ടും ഒരിക്കലും നമ്മൾ ഒബ്ജക്റ്റീവിന് മാച്ച് ആവില്ല. നമ്മൾ ഒബ്ജക്റ്റീവിന് മാച്ച് ചെയ്യുന്ന 120 ആയിരിക്കണം എന്ന്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സൊല്യൂഷനെയാണ് നമ്മൾ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ ഇൻ സർട്ടൻ കേസസ് LPP വിൽ നോട്ട് ഹാവ് എ ഫിനിറ്റ് സൊല്യൂഷൻ. ഇറ്റ് ഹാസ് ഓൺ ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ദ ഫീസിബിലിറ്റി കണ്ടീഷൻ ഈസ് വയലേറ്റഡ്. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് അൺബൗണ്ടഡ് സൊല്യൂഷൻ. If the value of objective function can be increased or decreased indefinitely, the solution is known as unbounded solution. So infeasible solution. Infeasible solution ആണ് മറ്റൊരു കൺസെപ്റ്റ്. The solution is infeasible when an LPP does not satisfy all the constraints and non-negative constraints. നേരത്തെ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒബ്ജക്റ്റീവ്സ് മാച്ച് ആവാതിരിക്കുക, ഒബ്ജക്റ്റീവ് ഇൻക്രീസോ ഡിക്രീസോ ആയി പോവുക. അതിനെയാണ് നമ്മൾ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൺസ്ട്രെയിൻസ്, സെക്കൻഡ് സ്റ്റെപ്പായ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റെപ്പായ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് അത് മാച്ച് ആവാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൺസ്ട്രെയിൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യാണ്ടിരിക്കുക. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസിന് ചിലപ്പം കിട്ടുന്ന ഫിഗർ മൈനസ് ആയി പോവും. അപ്പോൾ കൺസ്ട്രെയിൻസിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ഒരിക്കലും കൺസ്ട്രെയിൻസ് എന്താവാൻ പാടില്ല, നെഗറ്റീവ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയും നെഗറ്റീവ് കൺസ്ട്രെയിൻസ് വരികയും ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയാം. ഫീസിബിൾ ആയിരിക്കില്ല. ദ സൊല്യൂഷൻ ഈസ് ഇൻഫീസിബിൾ when an LPP does not satisfy all the constraints and non-negative constraints. ക്ലിയർ ആയോ? ആ ഒരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഫീസിബിൾ സൊല്യൂഷൻ. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ പറയാണ്. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 2x1 plus 3x2 സബ്ജക്റ്റ് ടു ഓർ കൺസ്ട്രെയിൻസ് 2x1 plus 3x2 greater than or is equal to 120, x1 plus x2 less than or is equal to 40, 2x1 plus 1.x2 greater than or equal to 90, x1 greater than equal to 0, x2 greater than or equal to 0.
നമുക്ക് ഇത്രയാണ് പറഞ്ഞത്. നമ്മളോട് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ പറയാണ്. മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്, മാക്സിമൈസ് ആണ് ഒബ്ജക്റ്റീവ്. സോ z ഈസ് ഈക്വൽ ടു 2x1 പ്ലസ് 3x2 സബ്ജക്റ്റ് ടു അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് 2x1 പ്ലസ് 3x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 120. അടുത്തത് രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് 2x1 പ്ലസ് 1.5 x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് x1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നത്. നമ്മളോട് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ പറയാണ്. ഫസ്റ്റ് നമ്മളുടെ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ആദ്യം ഒബ്ജക്റ്റീവ് ഡെവലപ്പ് ചെയ്യുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അടുത്ത കൺസ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുക. കൺസ്ട്രെയിൻസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എല്ലാ കൺസ്ട്രെയിൻസിനെയും നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഈക്വൽ ടുവിലേക്ക് മാറ്റണം, ഇക്വാലിറ്റി ആക്കണം. അപ്പോൾ നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ മാറ്റി ഈക്വൽ ടു ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പഠിച്ചതാണല്ലോ. ഒന്നും കൂടി പറയാം, കാരണം ഇവിടെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് LPP. എഴുതാം 2x1 പ്ലസ് 3x2 ഈസ് ഈക്വൽ ടു 120. അടുത്ത കൺസ്ട്രെയിൻസ് x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 40. നെക്സ്റ്റ് കൺസ്ട്രെയിൻസ് 2x1 പ്ലസ് 1.5 x2 ഈസ് ഈക്വൽ ടു 90. നെക്സ്റ്റ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് x1 ഈസ് ഈക്വൽ ടു 0, x2 ഈസ് ഈക്വൽ ടു 0. നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇതേപോലെയുള്ള പ്രോബ്ലം. എല്ലാം നമ്മൾ എന്താക്കി മാറ്റി? ഈക്വൽ ആക്കി മാറ്റി. 3 കൺസ്ട്രെയിൻ ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് കൺസ്ട്രെയിൻ, ദ കൺസ്ട്രെയിൻ ഫസ്റ്റ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെറ്റ് x1 ഈസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യാം. 2x1 പ്ലസ് 3x2 ഈസ് ഈക്വൽ ടു 120. x1 സ്ഥലത്ത് നമ്മൾ 0 അപ്ലൈ ചെയ്യാം. 2 into 0 plus 3x2 is equal to 120. So 3x2 is equal to 120. x2 is equal to 120 divided by 30. Sorry, 30 ile 120 divided by 0 ആയുള്ളൂ. Sorry, 120 divided by 3. അവിടെ എഴുതിയാലുള്ള മിസ്റ്റേക്ക് ആണ്. x2 is equal to 120 divided by 6 ആണ് വരിക. 120 divided by 6 ആണ്. 3 2 6 അല്ലേ വരിക. 3 into 2 6. ഒരു മിനിറ്റ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ എഴുതിയതിനകത്തുള്ള മിസ്റ്റേക്കാണ്. ഒരു സെക്കൻഡ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. സോ x2 ഈസ് ഈക്വൽ ടു 3x2 അല്ലേ? ഓക്കെ 3x2 ഈസ് ഈക്വൽ ടു 120. സോ x2 ഈസ് ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 3 ഉള്ളൂ. 0 ഇല്ല, 30 ഇല്ലേ? 30 എന്നോട് അറിയാണ്ട് എഴുതി പോയതാണ്, സോറി. 120 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 40. 3 4 12 അല്ലേ? 120 ഡിവൈഡ് ബൈ 3 40. പോയിന്റ്സോ 0 40. x1 0, x2 40 കിട്ടി. ഇനി നെക്സ്റ്റ് ലെറ്റ് x2 ഈസ് ഈക്വൽ ടു 0. x2 എന്തായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. 2x1 പ്ലസ് 3 into 0 ഈസ് ഈക്വൽ ടു 120. സോ 2x1 ഈസ് ഈക്വൽ ടു 120. x1 ഈസ് ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 2 60. പോയിന്റ്സോ x1 60ഉം x2 0ഉം വരും. അടുത്തത് കൺസ്ട്രെയിൻ. അപ്പോൾ കൺസ്ട്രെയിൻസ് 1 നമുക്ക് കിട്ടി. ഫസ്റ്റ് കേസിൽ x1 0, x2 40. സെക്കൻഡ് കേസിൽ x1 60ഉം x2 0ഉം. അപ്പോൾ x1 x2ഉം ഫസ്റ്റ് കൺസ്ട്രെയിൻസിൽ 40ഉം 60ഉം ആണല്ലോ. അടുത്ത കൺസ്ട്രെയിൻസ് 2 x1 പ്ലസ് x2 രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം, അല്ലെ? രണ്ടാമത്തെ കൺസ്ട്രെയിൻ എടുക്കാം. x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 40. ലെറ്റ് x1 ഈസ് ഈക്വൽ ടു 0. x1 0 കൊടുത്ത് 0 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 40. സോ x2 ഈസ് ഈക്വൽ ടു 40 വരും. അപ്പോൾ പോയിന്റ് 0 40. x1 0, x2 40 കൊടുത്ത്. നെക്സ്റ്റ് ലെറ്റ് x2 ഈസ് ഈക്വൽ ടു 0. x2 0 കൊടുത്ത്. സോ x1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 40. ദർഫോർ x1 ഈസ് ഈക്വൽ ടു 40. പോയിന്റ് 40 0. അപ്പോൾ സെക്കൻഡ് കൺസ്ട്രെയിൻസിൽ x1 40, x2 40. ഇനി തേർഡ് കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? 2x1 പ്ലസ് 1.5 x2 ഈസ് ഈക്വൽ ടു 90. അതല്ലേ തേർഡ് കൺസ്ട്രെയിൻസ്? നേരത്തെ ചെയ്ത പോലെ തന്നെ എഴുതാം. ലെറ്റ് x1 ഈസ് ഈക്വൽ ടു 0. 2 into 0 പ്ലസ് 1.5 x2 ഈസ് ഈക്വൽ ടു 90. സോ 2 into 0 0 പ്ലസ് 1.5 x2 ഈസ് ഈക്വൽ ടു 90. സോ x2 ഈസ് ഈക്വൽ ടു 90 ഡിവൈഡ് ബൈ 1.5 ഈസ് ഈക്വൽ ടു 60. പോയിന്റ് 0 60. ഇനി അടുത്ത x2 നമുക്ക് 60 കിട്ടി. x1 കാണണം. സോ ലെറ്റ് x2 ഈസ് ഈക്വൽ ടു 0. 2 into x1 plus 1.5 into 0 is equal to 90. So 2x1 is equal to 90. Therefore x1 is equal to 90 divided by 2 is equal to 45.
0.450. Therefore, there exists no feasible solution. That is, above LPP problem has no solution. LPP പ്രോബ്ലത്തിനേക്കാളും മുകളിലാണ് അല്ലേ? LPP പ്രോബ്ലത്തിനേക്കാളും മുകളിലാണ്, നമ്മളുടെ മാക്സിമം വാല്യൂവിനേക്കാളും കൂടുതലാണ്. കാരണം നമുക്കെപ്പോഴും ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അതിനേക്കാളും ഒരുപാട് കൂടുതലാണ്. അല്ലെങ്കിൽ ഗ്രാഫ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിബിൾ ആണോ അല്ലയോ എന്ന് വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരക്കാം, എന്നിട്ട് ഇത് എഴുതിയാലും മതി. അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് ഗ്രാഫ് വരക്കുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഗ്രാഫ് വരച്ചിട്ട് എഴുതിയാലും മതി. ഇതൊന്നിട്ട് കാണിച്ചു തരാം. ഇനി ഗ്രാഫ് വരച്ചു നോക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻസ് ഏതായിരുന്നു? 2x1 + 3x2 = 120. അപ്പോൾ അതിൻ്റെ x1 എത്രയാണ് കിട്ടിയത്? ഫസ്റ്റ് കൺസ്ട്രെയിൻസിൻ്റെ x1 കിട്ടിയത് 60, x2 കിട്ടിയത് 40. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ 10, 20, 30, 40, 50, 60, 70, 80 കൊടുക്കുക. വൈ ആക്സിസിൽ x2 കൊടുക്കുക, 10, 20, 30, 50 കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അവിടെ x1 കിട്ടിയത് എത്ര? 60. അപ്പോൾ x1ൽ 60 ഒരു പ്ലോട്ട് ചെയ്യാം, x2ൽ 40. അത് രണ്ടും തമ്മിൽ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് 60 x1ലും 40 x2ലും. ഇത് രണ്ടും തമ്മിൽ ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കാം. എന്താ അവിടെ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ടീച്ചറെ? അതിന് മുകളിൽ എഴുതാം 2x1 + 3x2. 2x1 + 3x2 = 120. എഴുതിയില്ലേ? ഇനി സെക്കൻഡ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ ഏതൊക്കെയായിരുന്നു? x1 40, x2 40. x1 40, x2 40. അവിടെ എഴുതാം x1ൽ 40 അടയാളപ്പെടുത്താം, x2ൽ 40 അടയാളപ്പെടുത്താം. രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കാം. സോ അതിന് സ്ട്രേറ്റ് ലൈനിൻ്റെ താഴെയോ മുകളിലോ എഴുതി വെക്കാം x1 + x2 = 40. ഇനി തേർഡ് കൺസ്ട്രെയിൻസിൽ x1 45 കിട്ടി, x2 60 കിട്ടി. സോ x1ൽ 45 എന്ന് പറഞ്ഞാൽ 15ൻ്റെയും 14ൻ്റെയും നടുവിൽ 45 പ്ലോട്ട് ചെയ്യുക ആദ്യം. നെക്സ്റ്റ് x2 എത്രയാണ് വരുന്നത്? 60. x2 60. അപ്പോൾ അവിടെ 45 പ്ലോട്ട് ചെയ്ത് x2ന് മുകളിൽ 60 എഴുതി പ്ലോട്ട് ചെയ്ത് അവിടെ ഡോട്ട് ചെയ്ത് വെച്ച് സ്ട്രേറ്റ് ലൈൻ വരക്കുക. എന്നിട്ട് അവിടെ എഴുതാം 2x1 + 1.5x2 = 90. ഈ ഗ്രാഫിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? എന്താ പ്രത്യേകത കാണുന്നത്? ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ ഉള്ളിൽ കുറേ വാല്യൂ ഉണ്ട്, പിന്നെ ആ സ്ട്രേറ്റ് ലൈനിൻ്റെ പുറമാണ് ഇന്റർസെക്ട് ചെയ്യുന്നത് അല്ലേ? സ്ട്രേറ്റ് ലൈനിൻ്റെ പുറമെയാണ്. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊന്നും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. മൂന്നും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു ലൈൻ ഒന്നിനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. x1 + x2 = 40 ഒന്നുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇനി 2x1 + 3x2 = 120യും 2x1 + 1.5x2 = 90യും പുറമെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന് മൂന്നിനും കൂടിയുള്ള ഒരു സൊല്യൂഷൻ കാണുന്നുണ്ടോ? മൂന്നും കൂടി എവിടെയും ടച്ച് ചെയ്യുന്നില്ല. PQRS നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുമോ? ഇല്ല, ഒന്നും എവിടെയും ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താന്ന് പറയാം? നേരത്തെ ടീച്ചർ എഴുതിയ പോലെ താഴെ എഴുതാം therefore there exists no feasible solution. അപ്പം ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു മാക്സിമൈസ് പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല. There is no feasible solution, that is above LPP has no solution. LPPന്റെ മുകളിലാണ്, അതുകൊണ്ട് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ലൈൻ ഇട്ടിട്ട് ടീച്ചർ വരച്ചിട്ടുണ്ട്. 16 അങ്ങോട്ട് താഴോട്ടും കണ്ടോ? ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലങ്ങളിൽ 2x1 + 3x2 = 120യും 2x1 + 1.5x2 = 90യും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് ഒരു ചെറിയൊരു ലൈൻ, ഒരു വര മാത്രം ഇങ്ങനെ ചെറിയൊരു മാർക്ക് മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം ഒരിക്കലും ടച്ച് ചെയ്യില്ല. ദാറ്റ് ഈസ് നോട്ട് എ ഫീസിബിൾ സൊല്യൂഷൻ. ഇതൊരിക്കലും ഫീസിബിൾ സൊല്യൂഷൻ അല്ല. സോ there exists no feasible solution, that is above LPP has no solution. അപ്പം നമ്മളെ കൺസ്ട്രെയിൻസ് ഒരിക്കലും എന്താവുന്നില്ല എന്നർത്ഥം, മാച്ച് ആവുന്നില്ല. അതിനെയാണ് കൺസ്ട്രെയിൻസ് മാച്ച് ആവാത്ത, അല്ലെ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത, 3 കൺസ്ട്രെയിൻസും കൂടി സാറ്റിസ്ഫൈ ചെയ്യാത്ത കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫീസിബിൾ സൊല്യൂഷൻ, അല്ലെ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇൻഫീസിബിൾ സൊല്യൂഷനാണ്. ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇൻഫീസിബിൾ സൊല്യൂഷൻ മാക്സിമം z 2x1 + 3x2 subject to 2x1 + 3x2 greater than or is equal to 120, x1 + x2 less than or is equal to 40, 2x1 + 1.5x2 is greater than or is equal to 90,
x1 greater than or is equal to 0, x2 greater than or is equal to 0. നമ്മൾ ആദ്യം ഈക്വലൈസ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് 2x1 plus 3x2 is equal to 120, x1 plus x2 is equal to 40, 2x1 plus 1.5 x2 is equal to 90, x1 is equal to 0, x2 is equal to 0. ഇനി നമ്മൾ ഓരോ കൺസ്ട്രെയിൻസിനും വാല്യൂ കൊടുക്കും. ഫസ്റ്റ് കൺസ്ട്രെയിൻസ് 2x1 plus 3x2 is equal to 120, x1 0 കൊടുക്കുമ്പോൾ x2ന്റെ വാല്യൂ 40 കിട്ടും. ഇനി x2ന് 0 കൊടുക്കുമ്പോൾ x1 60 കിട്ടും. അപ്പോൾ x1 60യും x2 40യാണ് ഫസ്റ്റ് കൺസ്ട്രെയിൻസ്. സെക്കൻഡ് കൺസ്ട്രെയിൻസ് x1 plus x2 is equal to 40, x1ന് 0 കൊടുക്കുമ്പോൾ x2 40 കിട്ടും, x2ന് 0 കൊടുക്കുമ്പോൾ x1 40 കിട്ടും. അപ്പോൾ സെക്കൻഡ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ x1 x2 40 ആണ്. തേർഡ് കൺസ്ട്രെയിൻസ് 2x1 plus 1.5 x2 is equal to 90. സോ x1ന് 0 കൊടുക്കുമ്പോൾ x2ന്റെ വാല്യൂ 60 കിട്ടും, x2ന് 0 കൊടുക്കുമ്പോൾ x1ന്റെ വാല്യൂ 45 കിട്ടും. സോ തേർഡ് കൺസ്ട്രെയിൻസ് x1 45, x2 60. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാഫ് വരക്കും. ഗ്രാഫ് എക്സ് ആക്സിസിൽ x1ഉം y ആക്സിസിൽ x2ഉം കൊടുക്കും. ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കും. 2x1 plus 3x2 is equal to 120. അപ്പോൾ x2 40യും x1 60യും നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യും. അത് രണ്ടും കൂടി സ്ട്രെയിറ്റ് ലൈൻ വരക്കും. എന്നിട്ട് അവിടെ ഇക്വേഷൻ എഴുതും. 2x1 plus 3x2 is equal to 120. സെക്കൻഡ് ഇക്വേഷൻ സെക്കൻഡ് കൺസ്ട്രെയിൻസ് x1ഉം x2ഉം 40 രണ്ടും കൂടി പ്ലോട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരക്കും. അവിടെയും നമ്മൾ ഇക്വേഷൻ എഴുതും. x1 plus x2 is equal to 40. ഇനി മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് നോക്കും. x2 60യും x1 45, 40ന് 15ന് നടുവിൽ. അവിടെയും പ്ലോട്ട് ചെയ്ത് ഒരു ലൈൻ വരക്കും. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എഴുതും. 2x1 plus 1.5 x2 is equal to 90. വരക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു നമ്മൾ രണ്ട് കൺസ്ട്രെയിൻസും കൂടി യോജിക്കുന്ന സ്ഥലത്തിനെ കാണാം മുന്നേ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഫസ്റ്റ് x1 plus x2 is equal to 40 അവിടെ അങ്ങ് വരച്ചത് ക്ലോസ് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൺസ്ട്രെയിൻസ് ജോയിന്റ് ആവുന്നത്. അപ്പൊ PQRS ഒന്നും അടയാളപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ചുരുക്കം? ഇൻഫീസിബിൾ സൊല്യൂഷൻ. കൺസ്ട്രെയിൻസ് ഒരിക്കലും മാച്ച് ആവുന്നില്ല. കൺസ്ട്രെയിൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ ആവുന്നുള്ളൂ. മൂന്ന് കൺസ്ട്രെയിൻസും കൂടി ഉള്ള എവിടെയെങ്കിലും പോയിന്റ് വേണം. മൂന്ന് കൺസ്ട്രെയിൻസും കൂടി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. കൺസ്ട്രെയിൻസ് മാച്ച് ആവുന്നതിന് മുന്നേ ഓൾറെഡി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. x1 plus x2 is equal to 40. അപ്പൊ നമുക്ക് താഴെ ഇങ്ങനെ എഴുതണം. Therefore, exists no feasible solution. That is, above LPP has no solution. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദ ഫോളോയിങ് LPP graphically. Maximize z is equal to minus x1 plus 2x2. Subject minus x1 plus 3x2 less than or is equal to 10, x1 plus x2 less than or is equal to 6, x1 minus x2 less than or is equal to 2, x1 comma x2 greater than or is equal to 0. One more question. Solve the following LPP graphically. Maximize അല്ല, minimize z. Minimize ആണ് objective. z is equal to minus x1 plus 2x2. മൈനസ് x1ഉം 2x2 ആണ്. മൈനസ് ആണ്, ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് ടു അവർ കൺസ്ട്രെയിൻസ് മൈനസ് x1 plus 3x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10. അടുത്ത കൺസ്ട്രെയിൻസ് x1 plus x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 6. തേർഡ് കൺസ്ട്രെയിൻസ് x1 minus x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 2. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഒന്ന് മിനിമൈസ് ഓബ്ജക്റ്റ് ഉണ്ട്, മറ്റൊന്ന് കൺസ്ട്രെയിൻസ് ഉണ്ട്. 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സൊല്യൂഷൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മാക്സിമൈസ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കുക, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഈക്വലൈസ് ചെയ്യാം. നമുക്ക് ഈക്വലൈസ് ചെയ്യാം. കൺസ്ട്രെയിൻസ് മൈനസ് x1 plus 3x2 is equal to 10. Second constraints x1 plus x2 is equal to 6. Third constraints x1 minus x2 is equal to 2. Next non-negative constraints x1 comma x2 equal to 0 ആണ്. സോറി, ഞാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നാണ് എഴുതിയത്. x1 comma x2 equal to 0. ഈക്വൽ ടു ആണ്. ഗ്രേറ്റർ ദാൻ ഒന്നും സിമ്പിൾ അവിടെ യൂസ് ചെയ്യില്ല. x1 x2 equal to 0. ഇനി ഓരോ കൺസ്ട്രെയിൻസിലും 0 കൊടുക്കാം, വാല്യൂ കൊടുക്കാം. കൺസ്ട്രെയിൻ ഫസ്റ്റ് കൺസ്ട്രെയിൻ ഏതാ? minus x1, minus മറന്നോർന്നേ, minus x1 plus 3x2 is equal to 10. So let x1 is equal to 0. 0 plus 3x2 is equal to 10. Therefore x2 is equal to 10 divided by 3 is equal to 0.33. 3.33 ആണ്. 0.33 അല്ല. 10 divided by 3 എന്ന് പറയുമ്പോൾ 3.33 ആണ്. അവിടെ 0 അറിയാണ്ട് എഴുതിപ്പോഴാണ്. x2ന്റെ വാല്യൂ 3.33.
x2ന്റെ വാല്യൂ എത്രയാ 3.33. അപ്പോൾ x1 0, x2 3.33. ഇനി അടുത്തത് ഫസ്റ്റ് കൺസ്ട്രെയിൻസിൽ x2 ഈസ് ഈക്വൽ ടു 0 മൈനസ് x1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 10. സോ x1 ഈസ് ഈക്വൽ ടു x1ന്റെ മൈനസ് അങ്ങോട്ടേക്ക് പോകും. സോ x1 ഈസ് ഈക്വൽ ടു മൈനസ് 10. പോയിന്റ്സ് മൈനസ് 10 0. അപ്പോൾ x1 മൈനസ് 10ഉം x2 0. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ എന്തൊക്കെയാണ് കിട്ടുന്നത്? x1 മൈനസ് 10, x2 3.33. ഇനി കൺസ്ട്രെയിൻസ് 2 x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 6. അതല്ലേ സെക്കൻഡ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ലെറ്റ് x1 ഈസ് ഈക്വൽ ടു 0. സോ 0 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 6. സോ x2 ഈസ് ഈക്വൽ ടു 6.06. നെക്സ്റ്റ് ലെറ്റ് x2 ഈസ് ഈക്വൽ ടു 0. x1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 6. സോ x1 ഈസ് ഈക്വൽ ടു 6.60. കൺസ്ട്രെയിൻസ് 2ല് x1 6, x2 6. കൺസ്ട്രെയിൻസ് 3 x1 minus x2 is equal to 2. Let x1 is equal to 0. 0 minus x2 is equal to 2. So x2 is equal to minus 2. അപ്പുറത്തേക്ക് x2 മാറ്റുക, മൈനസ് അങ്ങോട്ടേക്ക് പോകും. മൈനസ് 2.0, മൈനസ് 2. അപ്പോൾ x1 എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത് മൈനസ് 2 കിട്ടും. ഇനി ലെറ്റ് x2 is equal to 0. x1 minus 0 is equal to 2. x1 2.20. അപ്പോൾ കൺസ്ട്രെയിൻസ് 3ല് x1 2ഉം x2 മൈനസ് 2ഉം വരും. നമുക്ക് ഗ്രാഫ്സ് വരക്കാം. ഗ്രാഫ് വരക്കുമ്പോൾ ഇങ്ങനെ വരണം. കാരണം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അല്ലെങ്കിൽ x1ലും y1ലും നെഗറ്റീവ് ഫിഗർ ഉണ്ട്. അപ്പം നെഗറ്റീവ് ഫിഗർ ഉണ്ടെങ്കിൽ എപ്പോഴും എന്താണ് നീട്ടി വരക്കണം. അത് എക്സ് ആക്സിസിലും നീട്ടി വരക്കണം, വൈ ആക്സിസിലും നീട്ടി വരക്കണം. നിങ്ങൾക്ക് അറിയാലോ. അപ്പം x1 എന്ന് പറയുന്ന ഇതിൽ നീട്ടി വരക്കുമ്പോൾ 0ന് അപ്പുറവും ഇപ്പുറവും വേണം. കാരണം നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ആദ്യം ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈന് വരക്കുക, സെൻറ്ററിൽ 0 കൊടുക്കുക, അതിലൊരു സൈഡിൽ നെഗറ്റീവും ഒരു സൈഡിൽ പോസിറ്റീവും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സാധാരണ കൊടുക്കുമ്പോൾ 2, 4, 6, 8 നിങ്ങൾക്ക് ഫിഗർ എത്ര വേണമെങ്കിൽ കൊടുക്കുക. ഇവിടെ 2, 4, 6 ആയതുകൊണ്ടാണ് ഞാൻ 2, 4, 6, 8, 10 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ -2, -4, -6, -8, -10, -12 x1ൽ കൊടുക്കാം. ഇനി x2 എന്ന് പറയുന്ന y ആക്സിസിൽ താഴത്തോട്ടും കൊടുക്കണം. കാരണം അവിടെയും നെഗറ്റീവ് ഉണ്ട്. 0ന്റെ മുകളിലോട്ട് വരുന്ന x2 എന്ന് പറയുന്ന y ആക്സിസിൽ വരിക 2, 4, 6, 8, 10. ഇനി 0ന്റെ താഴെ -2, -4 x2, x1. ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ എന്തൊക്കെയാണ് കിട്ടിയത്. ഫസ്റ്റ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ എന്താ? ഫസ്റ്റ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ 3.33 -10. അപ്പൊ 3.33 -10 വെച്ചിട്ട് ഒന്നാമത്തെ ഈക്വേഷൻ വരക്കാം. 3.33 എന്ന് പറയുന്നത് എന്താ നോക്കൂ നിങ്ങൾ. 3.33 എന്ന് പറയുന്നത് എന്താ? അവിടെ കൃത്യമായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. x2 നോക്കൂ, ഡയഗ്രാം നോക്കൂ. ഫസ്റ്റ് 3.33യും അതുപോലെ തന്നെ x2 3.33യും x1 6ഉം. അപ്പോൾ x1 6 വരും. ദെൻ x2 3.33 വരും. അവിടെ പ്ലോട്ട് ചെയ്തിട്ട് അതാ ടീച്ചർ അവിടെ നമുക്ക് ഇക്വേഷൻ ഫസ്റ്റ് എഴുതാം. -x1 + 3x2 = 10. കണ്ടോ? 3.33 എവിടെയാ വന്നതെന്ന് വെച്ചോ -10 ആണേ, മാറിപ്പോരുത്. -10 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ വന്ന കണ്ടോ, 0ന്റെ ഇപ്പുറത്ത് -10. 3.33 എന്ന് പറഞ്ഞാൽ 4ന്റെയും 6ന്റെയും നടുവിൽ അല്ലേ, 4ന്റെയും 6ന്റെയും നടുവിൽ 3.33 വരും. അപ്പോൾ -10 ഇവിടെ മാർക്ക് ചെയ്യുക, 3.3 അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ കുറച്ച് നീളത്തിൽ ഇങ്ങ് വരക്കണം. കാരണം ഇന്റർസെക്ട് ചെയ്യുന്ന ഇങ്ങോട്ടാണ്, ഉണ്ടോ? നീളത്തിൽ വരക്കുക. എന്നിട്ട് മാക്സിമം നീളത്തിൽ അങ്ങോട്ട് വരച്ചെടുക്കുക. എന്നിട്ട് അവിടെ ഇക്വേഷൻ എഴുതാം. -x1 + 3x2 = 10. ഇനി സെക്കൻഡ് കൺസ്ട്രെയിൻസ് ഈസിയാണ്. x1ഉം x2ഉം രണ്ടും 6 ആണ്. സോ രണ്ടും 6 പ്ലോട്ട് ചെയ്യുക, പോസിറ്റീവ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഇതാ x1 + x2 = 6. ഇനി തേർഡ് കൺസ്ട്രെയിൻസ് x1 2ഉം x2 -2 ആണ്. അപ്പോൾ ഒന്ന് മൈനസും ഒന്ന് പോസിറ്റീവും. അപ്പോൾ x1 എത്രയാണ്? x1 2 ആണ്, x2
-2 കണ്ടോ ഇവിടെ ഏതാ ടീച്ചർ വരച്ചിനെ -2ൻ്റെ അകത്തുനിന്നും 2ലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോകും. അവിടെ ഇക്വേഷൻ എഴുതും x1 + x2 നീട്ടി വരക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ മുട്ടണം. ഓക്കെ മുട്ടിയുണ്ടോ? ഏതൊക്കെ ടച്ച് ചെയ്ത് x1 - x2 എന്ന് പറയുന്ന മൂന്നാമത്തെ കൺസ്ട്രെയിൻസും -x1 + 3x2 = 10 എന്ന് പറയുന്ന ഫസ്റ്റ് കൺസ്ട്രെയിൻസും കൂടി ടച്ച് ചെയ്തു. ഇനി ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ നോക്കൂ. 4 ഫിഗർ ഉണ്ട്. നമ്മൾ 4 എടുത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. എ എന്ന് പറയുന്ന ഒരു വാല്യൂ, നെക്സ്റ്റ് ഇത് ടച്ച് ചെയ്യുന്ന അടുത്തൊരു വാല്യൂ ബി, നെക്സ്റ്റ് ടച്ച് ചെയ്യുന്ന സി, നെക്സ്റ്റ് ടച്ച് ചെയ്യുന്ന ഡി. ടീച്ചർ ഇവിടെ അടയാളപ്പെടുത്തിയ കണ്ടോ? സോ ആസ് പെർ ദ ഗ്രാഫ് എ ബി സി ഡി, എ ബി സി ഡി, സോ ദാറ്റ് ഈസ് ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ എ ബി സി ഡി ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊരു ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യണം. നേരത്തെ മുന്നേ നമ്മൾ ചെയ്തില്ലേ? അപ്പോൾ ഫസ്റ്റ് നോക്കാം. എ എന്ന് പറയുന്ന ഒരു ലൈൻ കണ്ടോ? എ എന്താണ്? സുഖമാണ്. നമുക്ക് x1 2, x2 0 ആണ്. അത് നമ്മൾ ചെയ്യേണ്ട. ഇനി ഡി എന്ന് പറയുന്ന ഫിഗർ നോക്കൂ. x2 3.3 ഉണ്ടാവും. അല്ലെങ്കിൽ x2 എന്ന് പറയുന്നത് x2ൻ്റെ വാല്യൂ x1 0 ആണ്. അപ്പോൾ എയും ഡിയും നമുക്ക് ചെയ്യേണ്ട. ബാക്കിയുള്ള 2 കാര്യങ്ങൾ ചെയ്യണം. ഇതാ ഇവിടെ ടീച്ചർ ചെയ്തിട്ടുണ്ട്. പോയിന്റ് എ 1 ലൈൻ, ഒറ്റ ലൈനേ ഉള്ളൂ. x1 2, x2 0. ഈ പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ പാസസ് 2 ഇക്വേഷൻ, 2 ഇക്വേഷൻ ഉണ്ട് ഇവിടെ ടച്ച് ചെയ്യുന്ന. നിങ്ങൾ നോക്കിയാൽ ദാറ്റ് ഈസ് 2 ലൈൻസ്. x1 + x2 = 6 ഇക്വേഷൻ നമ്പർ 1, x1 - x2 = 2 ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ടിടത്തും x1 ഉള്ളത് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ഒന്നും വേണ്ട, എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതുപോലെ x1 x2 ഉണ്ട്. അപ്പോൾ നമുക്ക് 1 + 2 എന്ന് പറയുന്ന ഇക്വേഷൻ 2ഉം 1ഉം 2ഉം കൂടി ആഡ് ചെയ്യാം. കാരണം ഒന്ന് +x2 മറ്റൊന്ന് -x2. +x2 -x2 കൂടി ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. സോ ഇക്വേഷൻ ഇങ്ങനെ വരും. x1 + x2 = 6 1, x1 - x2 = 2. സോ 2x1 x1ഉം +x2 -x2 കൂടി ക്യാൻസൽ ആയി പോകും. = 8 വരും. ആഡ് ചെയ്തല്ലേ? 2x1 = 8. x1 = 8 / 2 = 4. x1 എന്നുള്ള വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ. x1 + x2 = 6 ഇക്വേഷൻ നമ്പർ 1. x1 4 കിട്ടി. സോ 4 + x2 = 6. സോ x2 = 6 - 4 = 2. Therefore x2 = 2. പോയിന്റ് 4 2. നെക്സ്റ്റ് പോയിന്റ് സി ആണ്. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് ആണ്. 2 ലൈൻസ് ഉണ്ട്, 2 ഇക്വേഷൻ ഉണ്ട്. -x1 + 3x2 = 10 ഇക്വേഷൻ നമ്പർ 1 ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. x1 + x2 = 6 ഇക്വേഷൻ നമ്പർ 2. സോ ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് ആണ് x1. അപ്പോൾ അതും ആഡ് ചെയ്താൽ മതി. 1 + 2 = -x1 + 3x2 = 10 ഇക്വേഷൻ നമ്പർ 1, +x1 + x2 = 6 ഇക്വേഷൻ നമ്പർ 2. -x1 + x1 0 ആവും. 3x2 + 4x2 x2 = 4x2. 10 + 6 = 16. So 4x2 = 16. x2 = 16 / 4 = 4. Therefore x2 = 4. ഇക്വേഷൻ നമ്പർ 2ൽ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2 x1 + x2 = 6 ഇക്വേഷൻ നമ്പർ 2. 4 അവിടെ വാല്യൂ അപ്ലൈ ചെയ്യുക. x1 + 4 = 6. So x1 = 6 - 4 = 2. So therefore x1 = 2. പോയിന്റ് x1 2ഉം x2 എന്തും കിട്ടും? 4ഉം കിട്ടും. അപ്പൊ ക്ലിയർ ആയോ? പോയിന്റ് എക്ക് ഒറ്റ ലൈനേ ഉള്ളൂ. അപ്പൊ അതിന്റെ വാല്യൂ 2 0 ആണ്. പോയിന്റ് ബിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് x1 4ഉം x2 2ഉം. ഇനി പോയിന്റ് സി എന്ന് പറയുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 2 ഇക്വേഷൻ ഉണ്ട്. അതും നമ്മൾ സോൾവ് ചെയ്ത് x1 2ഉം x2 4ഉം കാൽക്കുലേറ്റ് ചെയ്തില്ലേ? ഇനി നമുക്ക് നേരത്തെ വരച്ച പോലെ ഡയഗ്രാം വരക്കാം. പോയിന്റ് ഗ്രാഫ് വരക്കാം. പോയിന്റ് x1 x2 z = -x1 + 2x2. സോ 0 0 0. എ എന്ന് പറയുന്ന പോയിന്റിൽ x1 2ഉം x2 0 ആണ്. സോ -2 + 0 = -2. ബി പോയിന്റ് x1 4ഉം x2 2ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് -4 + 2 × 2 = 0. -4 + 2 × 2 4. -4 + 4 എന്ന് പറയുമ്പോൾ 0. നെക്സ്റ്റ് സി x1 2ഉം x2 4ഉം കാൽക്കുലേറ്റ് ചെയ്ത് -2 + 8 = 6. ഡി 0 3.33 വരിക.
So minus 0 plus 2 into 3.33 is equal to 6.66. അപ്പോൾ ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 0 മൈനസ് 2 0 6 6.66. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ? മിനിമൈസ് ദ വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. മിനിമൈസ് വാല്യൂ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മിനിമൈസ് വാല്യൂ ഇതാണ്. 0 ആണോ മൈനസ് 2 ആണോ 6 ആണോ 6.66 ആണോ? 0നേക്കാളും കുറവുള്ള വാല്യൂ ഏതാ? -2. അപ്പോൾ -2 ആണ് എന്ത്? മിനിമം വാല്യൂ. സോ z ഈസ് ഈക്വൽ ടു -2. കാരണം ഒബ്ജക്റ്റീവ് മിനിമം ആണ്. z ഈസ് ഈക്വൽ ടു മിനിമം, ദാറ്റ് ഈസ് -2 വിത്ത് ഒക്കറൻസ് അറ്റ് ദ പോയിന്റ് A. -2ന്റെ പോയിന്റ് ഏതാ? A. That is 2 0. Hence the optimal solution to the given LPP is x1 is equal to 2, x2 is equal to 0 and minimum z is equal to -2. Clear ആയോ? ഒന്നും കൂടി പറഞ്ഞുതരാം, സമയം ഇപ്പോൾ തന്നെ കുറേയായി. സെക്കൻഡ് പ്രോബ്ലം ആണ്. സെക്കൻഡ് പ്രോബ്ലം നമ്മൾ ജസ്റ്റ് സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് ഗ്രാഫിക്കലി. മിനിമൈസ് ആണ്. z മൈനസ് x1 പ്ലസ് 2x2 ആണ്. കൺസ്ട്രെയിൻസ് മൈനസ് x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10, x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, x1 മൈനസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, x1 s2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ആദ്യം നമ്മൾ അതിനെല്ലാം ഈക്വൽ ടു ആക്കി. മൈനസ് x1 പ്ലസ് 3x2 ഈസ് ഈക്വൽ ടു 10, x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 6, x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 2, x1 x2 ഈക്വൽ ടു 0. നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് ആയ മൈനസ് x1 പ്ലസ് 3x2 ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഇക്വേഷൻ x1 0 കൊടുത്തപ്പോൾ നമുക്ക് x2 3.33 കിട്ടി. 0 അല്ലെ, 3.33 കിട്ടി. ഇനി അതേ ഇക്വേഷനിൽ ഫസ്റ്റ് കൺസ്ട്രെയിൻസിൽ x2 0 കൊടുത്തപ്പോൾ x1 മൈനസ് 10ഉം x2 0ഉം കിട്ടി. ഇനി കൺസ്ട്രെയിൻസ് 2 x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 6, x1 0 കൊടുത്തപ്പോൾ x2 6 കിട്ടി, x2 0 കൊടുത്തപ്പോൾ x1 6 കിട്ടി. അപ്പോൾ 6 6 x1ഉം x2 6 ആണ് കിട്ടുക. തേർഡ് കൺസ്ട്രെയിൻസ് x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 2, x1 0 കൊടുത്തപ്പോൾ x2 മൈനസ് 2 കിട്ടി, x2 0 കൊടുത്തപ്പോൾ x1 2 കിട്ടി. ഗ്രാഫ് വരക്കുമ്പോൾ മൈനസും പ്ലസും ഉള്ളതുകൊണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും 0ന്റെ അപ്പുറവും ഇപ്പുറവും നെഗറ്റീവും പോസിറ്റീവ് ഇടണം. ഫസ്റ്റ് നമ്മൾ ഗ്രാഫ് വരക്കും. എക്സ് ആക്സിസിൽ -10ഉം വൈ ആക്സിസിൽ 3.3 ആണ്. നീട്ടി അങ്ങോട്ട് വരക്കും. എന്നിട്ട് ഇക്വേഷൻ എഴുതും. രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 6, x1ഉം x2ഉം 6 ആണ്. വേഗം കഴിയും, പ്ലോട്ട് ചെയ്യും. മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് x1 2ഉം x2 മൈനസ് 2 ആണ്. നേരെ ജോയിന്റ് ആക്കും. അവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന 4 പോയിന്റ് കിട്ടും. A B C D PQRS എന്ന് പറയാം. അപ്പൊ നമുക്ക് പറയാം ഇത് ഫീസിബിൾ സൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് ഫീസിബിൾ സൊല്യൂഷൻ ആകുമ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ ഒറ്റ ലൈനേ ഉള്ളൂ, 2ഉം 0 ആണ്. ബി എന്ന് പറയുന്നതിൽ 2 ലൈൻ ഉണ്ട്. 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. x1 4ഉം x2 2ഉം കിട്ടും. ഇനി സി എന്ന് പറയുന്ന പോയിന്റ് 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ x1ഉം x2ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് x1 2ഉം x2 4ഉം കിട്ടി. ഇനി ഡി എന്ന് പറയുന്ന ഫിഗർ നമുക്കറിയാം. അവിടെ ഡി എന്ന് പറയുന്ന ഫിഗറിൽ x1 0ഉം x2 3.33 ആണെന്ന് അറിയാം. ഇനി നമ്മൾ ടേബിൾ വരക്കും. ടേബിളിൽ ഫസ്റ്റ് 0 ആണ്, എല്ലാം 0 എടുക്കും. എ എന്ന് പറഞ്ഞാൽ x1 2 x2 0 മിനിമൈസ് -2. ബി x1 4 x2 2 മിനിമൈസ് വാല്യൂ 0. സി x1 2 x2 4 മിനിമൈസ് വാല്യൂ 6. ഡി x1 0 x2 3.3 മിനിമൈസ് വാല്യൂ 6.6. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റീവ് മിനിമം വാല്യൂ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഏറ്റവും മിനിമം വാല്യൂ ആണ്. 0നേക്കാളും കുറവല്ലേ മൈനസ്, അതുകൊണ്ടാണ് -2 എടുത്തത്. z is equal to -2. So the points 2, 0. Hence the optimal solution to the given LPP x1 is equal to 2, x2 is equal to 0 and minimum z is equal to -2. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ 2 ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹോംവർക്ക് ഫൈൻഡ് ദ ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തിന് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ആണ് മാക്സിമൈസ് z 11 x1 പ്ലസ് 4. ഇവിടെ x1 പകരം എക്സും വൈയും കൊടുത്തു, അത്രയേ ഉള്ളൂ. മാക്സിമൈസ് z 11x പ്ലസ് 4y. എക്സിനും പകരം x1 പകരം എക്സും x2 പകരം വൈയും കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. സബ്ജക്റ്റ് ടു 7x1 പ്ലസ് 6y ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 84, 4x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 32, x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മളോട് ഗ്രാഫിക്കൽ സൊല്യൂഷനിൽ പറയാണ് മാക്സിമൈസ് ആണ് ഫംഗ്ഷൻ. z ഈസ് ഈക്വൽ ടു 11x പ്ലസ് 4y. എക്സും വൈയും കൊടുക്കുന്നുള്ളൂ. സബ്ജക്റ്റ് ടു 7x പ്ലസ് 6y ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 84,
4x plus 2y less than or is equal to 32, x, y greater than or is equal to 0. ഒരു മാക്സിമൈസ് ഒബ്ജക്റ്റീവും രണ്ട് കൺസ്ട്രെയിൻസും ഉള്ളൂ. കുറച്ച് ഈസി ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ ഒരു രണ്ട് പ്രോബ്ലം ഉണ്ട്. സോൾവ് ദ LPP യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ LPP യൂസ് ചെയ്യാൻ പറയാണ്. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 2x1 plus 3x2. 2x1 plus 3x2 subject to x1 plus x2 less than or is equal to 30. The next x2 greater than or equal to 30. 0 less than or equal to x2 less than or is equal to 12. The next constraints x1 minus x2 greater than or is equal to 0. The non-negative constraints 0 greater less than or is equal to x1 less than or is equal to 20. So the next graphically നമ്മളോട് സോൾവ് ചെയ്യാൻ പറയാണ്. ക്വസ്റ്റ്യൻ 4 പ്രകാരം maximize z is equal to 2x1 plus 3x2. സബ്ജക്റ്റ് കൺസ്ട്രെയിൻസ് 4 കൺസ്ട്രെയിൻസ് ആണ്. x1 plus x2 less than or is equal to 40, x2 greater than or is equal to 30, 0 less than or is equal to x2 less than or is equal to 12, x1 minus x2 greater than or is equal to 0, 0 less than or is equal to x1 less than or is equal to 20. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് വരിക, നമ്മളെടുത്ത് ഇതൊക്കെ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിൽ ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. ഫസ്റ്റ് കൺസ്ട്രെയിൻസ് ആയ 7x1 plus 6y is equal to 84 വരുമ്പോൾ അതിൻ്റെ x1 കിട്ടുന്നത് 12, x1 12, x2 14. സെക്കൻഡ് കൺസ്ട്രെയിൻസിൽ x1 8ഉം x2 16. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻസിൽ 12ഉം 14ഉം വരും. സെക്കൻഡ് കൺസ്ട്രെയിൻസിൽ 8ഉം 16ഉം വരും. ഗ്രാഫ് സിമ്പിളായിട്ട് വരക്കും, ഫീസിബിൾ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഫൈനലി അതിൻ്റെ ആൻസർ പറയാം. മാക്സിമൈസ് അല്ലേ ആൻസർ വരിക. z ഈസ് ഈക്വൽ ടു 88. ടാബിൾ വരച്ചു കഴിഞ്ഞാൽ അവസാന ആൻസർ കിട്ടുക, മാക്സിമം വാല്യൂ കിട്ടുക z ഈസ് ഈക്വൽ ടു 88. അപ്പം മറന്നുകൊണ്ട ഫസ്റ്റ് കൺസ്ട്രെയിൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കൺസ്ട്രെയിൻസിൽ വരിക 12ഉം 14ഉം, സെക്കൻഡ് കൺസ്ട്രെയിൻസിൽ 8ഉം 16ഉം, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ. ഇനി അവസാന ടാബിൾ വരച്ചാൽ നമുക്ക് കിട്ടുക z ഈസ് ഈക്വൽ ടു 88. ഫീസിബിൾ സൊല്യൂഷൻ ആണ്. z കിട്ടുക 88 ആണ്. അതാണ് ഈ തേർഡ് ഹോംവർക്കിന് കിട്ടുക. നെക്സ്റ്റ് നാലാമത്തെ ഹോംവർക്ക് തന്നത് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ പ്രകാരം മാക്സിമൈസ് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ വരിക നമുക്ക് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൺസ്ട്രെയിൻസ് ഉണ്ടാവും. 1 2 3 4 കൺസ്ട്രെയിൻസ് ഉണ്ടാവും. നമ്മൾ ആദ്യം ഈക്വൽ ആക്കി മാറ്റേണ്ടത് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു പേടി തോന്നും, കാരണം ഇതെന്തൊക്കെയാന്നുള്ള കാര്യം. ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നോക്കൂ. കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. എന്തൊക്കെയാക്കാം പെട്ടെന്ന് കൺസ്ട്രെയിൻസ് നമ്മൾ ചുരുക്കിയിട്ടാക്കുമ്പോൾ x1 plus x2 is equal to 30. ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് ഒന്ന് ഞാൻ പറഞ്ഞു തരാണ്, കൺഫ്യൂഷൻ വേണ്ട എന്നിട്ട്. മാക്സിമൈസ് z is equal to 2x1 plus 3x2. ക്വസ്റ്റ്യൻ 4 ആണ്. കൺസ്ട്രെയിൻസ് അങ്ങനെയൊക്കെ ആക്കാം. x1 plus x2 is equal to 30. അടുത്തതോ x2 is equal to 30. നെക്സ്റ്റ് x2 is equal to 12. കാരണം എന്താ, x2 0-നേക്കാളും കൂടുതലാണ്. എന്നാൽ എന്തിനേക്കാളും കൂടാൻ പാടില്ല, 12-നേക്കാളും കൂടാൻ പാടില്ല. 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 12 എന്നാണ്. എന്താ, 0-നേക്കാളും കൂടുതലാണ് x2, പക്ഷെ 12-നേക്കാളും എന്താകാൻ പാടില്ല, കൂടാൻ പാടില്ല. അപ്പം നമുക്ക് ചുരുക്കിയിട്ട് അങ്ങനെ എഴുതാം, x2 ഈസ് ഈക്വൽ ടു 12 ആക്കാം. x2 ഈസ് ഈക്വൽ ടു 12. നെക്സ്റ്റ് പ്രശ്നമില്ല, x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 0. അടുത്തത് ഇതുപോലെ തന്നെ ചുരുക്കാം. x1 ഈസ് ഈക്വൽ ടു 20 ആക്കിക്കൂടെ. x1 എന്താണ്, x1 0-നേക്കാളും
കൂടുതലാണ്. പക്ഷെ 20നെ കാണാൻ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. അതല്ലേ ഈ പറഞ്ഞത് 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ എന്താ, x1 ഈസ് ഈക്വൽ ടു 20. ഇപ്പൊ കൺസ്ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാലോ. x1 plus x2 is equal to 30, x2 is equal to 30, x2 is equal to 12, x1 minus x2 is equal to 0. The next x1 is equal to 20. ഇനി നമുക്ക് കൃത്യമായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ചെയ്യുമ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ കിട്ടുന്നത് x1 30, x2 30. സെക്കൻഡ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ കിട്ടുന്നത് x2 3ഉം, രണ്ട് കേസിൽ x2 3ഉം x2 തേർഡ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ സെക്കൻഡ് കൺസ്ട്രെയിൻസിൽ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം, x2 3ഉം x1 0. അടുത്ത കൺസ്ട്രെയിൻസ് തേർഡ് കൺസ്ട്രെയിൻസിൽ എടുക്കാം, x2 12ഉം x1 0. നെക്സ്റ്റ് കൺസെപ്റ്റിൽ എടുക്കാം, x1 മൈനസ് x2 എന്ന് പറയുന്ന കൺസ്ട്രെയിൻസിൽ x1ഉം x2ഉം 0 ആയിരിക്കും വരും. ലാസ്റ്റ് അഞ്ചാമത്തെ കൺസ്ട്രെയിൻസിൽ എടുക്കാം, x1 ഈസ് ഈക്വൽ ടു 20, ദാറ്റ് ഈസ് x2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഫീസിബിൾ സൊല്യൂഷൻ ആണ്. നമുക്ക് അതിനകത്ത് ABCD E എന്ന് പറയുന്ന 4 പോയിന്റ്സ് അടയാളപ്പെടുത്താൻ പറ്റും. എന്നിട്ട് സോൾവ് ചെയ്യാം. നമ്മളോട് ചോദിക്കുന്നത് മാക്സിമം ആണ്. മാക്സിമം ടാബിളിൽ ലാസ്റ്റ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുക 72 ആണ്. അപ്പോൾ Z ഈസ് ഈക്വൽ ടു 72. Z ഈസ് ഈക്വൽ ടു 72 ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറ, ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തിട്ട് ഇട്ടുതരാം. താങ്ക് യു. ഡൗട്ട്സ് ഉണ്ട് ചോദിക്കണേ.